ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രതിഭ. വല്യറൽ ക്ലബ്ബ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ 2 ദിവസമായിട്ട് വീഡിയോയോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്യുന്നില്ലായിരുന്നു. കാരണം എനിക്ക് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ശരീരത്തിന് ഒട്ടും വയ്യായിരുന്നു. കാരണം അത് 6 വയസ്സ് മുതൽ തുടങ്ങിയ പ്രശ്നങ്ങളാണ്. അപ്പം ഇതിപ്പം ഞാൻ പറയാൻ കാരണം പലരും ചോദിക്കുന്നുണ്ട്, വീഡിയോ കൊള്ളാം, എല്ലാം കൊള്ളാം, ഓക്കെ, വായിലിട്ട് ഇതെന്താ ചവയ്ക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ കളിയാക്കുന്ന രീതിയിൽ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള, ഈ ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട്. എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അത് ഇപ്പോൾ ഒന്നും തുടങ്ങിയല്ല, പൊടിക്കുഞ്ഞായിരുന്നപ്പം മുതൽ അങ്ങനെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പം ശരീരത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നെഞ്ചിന് വേദന വരിക, തല ഇറങ്ങുക. എനിക്ക് നിങ്ങളെപ്പോലെ ഒന്നും ആഹാരം കഴിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ കഴിക്കാമല്ലോ, അതുപോലൊന്നും എനിക്ക് കഴിക്കാനൊക്കത്തില്ല. അപ്പം അതുകൊണ്ടൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അത് ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ, അതായത് കരുനാഗപ്പള്ളി പുതിയകാവിലായിരുന്നു എൻ്റെ ഡോക്ടർ. ഞാൻ അവിടെ ആയിരുന്നു ചികിത്സയിൽ. പ്രമോദ് ഡോക്ടറിൻ്റെ കീഴിൽ ചികിത്സയിലായിരുന്നു ഞാൻ കുറേ വർഷം. അങ്ങനെ ഡോക്ടർ പറഞ്ഞതുപോലെയൊക്കെ ഞാൻ അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ട് ആ അസുഖം മാറി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കരമായി സന്തോഷിച്ച് ആനന്ദിച്ച്, ഞാനാണെങ്കിൽ പറയാൻ പോയാൽ എനിക്ക് കരയാൻ പാടില്ല, ചിരിക്കാൻ പാടില്ല, സന്തോഷിക്കാൻ പാടില്ല, ഒന്നിനും പാടില്ല. ഇതിൻ്റെയൊക്കെ ഈ ചെണ്ടമേളം, ഇങ്ങനെയൊക്കെയുള്ള ചെണ്ടമേളം കല്യാണത്തിനൊക്കെ പോകുമ്പോഴത്തേക്കുള്ള ഈ ഒരു ഇതിൻ്റെയൊക്കെ മേളത്തിൻ്റെയൊക്കെ സൗണ്ട് കേട്ടാൽ എനിക്ക് പല പ്രശ്നങ്ങളാണ് ഉണ്ടാവുക. ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാവുക, ഇപ്പോഴും തന്നെ എൻ്റെ ഹാർട്ട് നിലയ്ക്കും. അതുപോലത്തെ വെപ്രാളവും വേവലാതിയും എനിക്ക് ഭയങ്കര ഇതാണ് ഉണ്ടാവുന്നത്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, അയ്യോ എന്നെക്കൊണ്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ അങ്ങനെ ആരും വിളിക്കാറില്ല. കാരണം ചെല്ലാൻ പോലും ഒക്കത്തില്ല. എൻ്റെ അമ്മ പോലും അങ്ങനെ ഇങ്ങനെ ഒരു വിശേഷ കാര്യങ്ങൾക്ക് ഒന്നിനും പോകത്തില്ല. കാരണം ഞാനാണ് കാരണം. കുഞ്ഞല്ലേ നമ്മൾ, എൻ്റെ അമ്മ പോകുമ്പം ഞാനും കൂടെ പോയല്ലേ പറ്റൂ. അതുകൊണ്ട് പിന്നെ ചിലരൊക്കെ പറയുന്നുണ്ട്, ഇത് വായിലിട്ട് എന്താ ചവയ്ക്കുന്നതെന്ന്. ഈ ഒരു അസുഖം എനിക്ക് പിന്നെയും ഉടലെടുത്തു ഗൈസ്. എനിക്കതാണ് പ്രശ്നം. എനിക്ക് ആ കൂടെ ഭയങ്കര ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വായിൽ ഈ 2 സൈഡിൽ, നമ്മുടെ ഇവിടുത്തെ ഈ ഭാഗങ്ങളിൽ, ഇതിൽ നിന്ന് എനിക്കിങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കും. ഒരുമാതിരി ഉമിനീര് ഓവറായിട്ട് വരും. എന്നിട്ട് ഭയങ്കര ടെൻഷനാവും, സങ്കടപ്പെടും. എന്തിനാ കരയുന്നതെന്നറിയില്ല. ഭയങ്കര പ്രയാസം. പിന്നെ അടിക്കടി വരുന്ന നെഞ്ചിന് വേദന. എൻ്റെ ദൈവമേ, ശ്വാസം നിലച്ചു പോകും. ഇപ്പം എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ, എൻ്റെ പൊടിമോനെ എങ്ങനെയെങ്കിലും വളർത്തിയെടുക്കുക. എനിക്കാണെങ്കിൽ 1 സെൻറ്റ് സ്ഥലം പോലും ഇല്ല. എങ്ങനെയെങ്കിലും 1 സെൻറ്റ് സ്ഥലം എങ്കിലും, 1 സെൻറ്റ് അല്ലെങ്കിൽ 1.5 സെൻറ്റ് സ്ഥലമെങ്കിലും മേടിക്കുക. എപ്പോഴെങ്കിലും എനിക്ക് വലിയ അരമന പോലത്തെ ഒരു വീടൊന്നും വേണ്ട. ഒരു റൂമോ ഒരു ഹാളോ ഒരു കിച്ചൺ, ഇത്രയും മതി. നമുക്ക് ക്രിക്കറ്റ് കളിക്കാനുള്ള സ്ഥലവും ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമൊന്നും വേണ്ട. ഈ ഒരു സാധനം ഒപ്പിച്ചെടുക്കുക. അങ്ങനെയാണ് ഇപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊന്ന് റെഡിയായി കഴിഞ്ഞാൽ തന്നെ എൻ്റെ പ്രശ്നം തീരും. പിന്നെ ചത്താലെന്താ, ജീവിച്ചാലെന്താ, എനിക്കതൊന്നും ഒരു വിഷയമല്ല. ഇപ്പോൾ കൂടെ മരിക്കുന്നതിൽ എനിക്ക് പേടിയൊന്നുമില്ല. പക്ഷേ എൻ്റെ കുട്ടി, എൻ്റെ പൊടിമോന്, അവനറിയില്ല. ഇപ്പം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു 10 ദിവസം അവൻ എന്നെ ഓർക്കുമായിരിക്കും. 11ാമത്തെ ദിവസം അവൻ മറന്നു. കാരണം അവൻ്റെ മൈൻഡിൽ എത്തിത്തുടങ്ങിയിട്ടില്ല നമ്മുടെ ആ ഒരിത്, ഞാൻ എത്ര ഇമ്പോർട്ടൻസാണ് അവൻ്റെ ലൈഫിലെന്നൊന്നും അവന് പറയാനോ അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അതിനെപ്പറ്റി ഫീൽ ചെയ്യാനുള്ള ഒരു പ്രാപ്തി ആയിട്ടില്ല. അവൻ്റെ മൈൻഡിൽ നമ്മൾ ഉറച്ച് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോഴത്തേക്കും നമ്മൾ പൊക്കഴിഞ്ഞാൽ അവൻ്റെ അവസ്ഥ വളരെ മോശമായിരിക്കും. അപ്പം ഞാൻ അതിൻ്റെയൊക്കെ ഒരു ഫീലിലും വിഷമത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയി. എനിക്ക് തീരെ വയ്യാത്തതോടെ ഞാൻ പോയി. അപ്പോഴത്തേക്ക് അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ ലോക്കലായിട്ടുള്ള ഹോസ്പിറ്റലിൽ എവിടുന്നെങ്കിലും ഒരു ഡോക്ടർ എഴുതി തന്നെങ്കിൽ മാത്രമേ ആശുപത്രി കയറാൻ പറ്റൂ, നോക്കാൻ പറ്റൂ, കാണാൻ പറ്റൂ എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് പിന്നെ ഇന്ന് വന്ന് അങ്ങനെ പറഞ്ഞ് ഞാൻ അതിൻ്റെ ഇത് മേടിച്ചുകൊണ്ട് ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയി.
ഡോക്ടറിനെ ഞാൻ കണ്ടു, സംസാരിച്ചു. അങ്ങനെ സ്കാനും ഞാൻ അത് കാണിച്ചു തരാം കേട്ടോ.